ഇന്നലെ പ്രൊമോയിൽ കണ്ട ജിൻഡോ വേഴ്സസ് ഋഷി അടി ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം വേറെയൊന്നുമല്ല, ഇപ്പോൾ ക്യാപ്റ്റൻ ടീമുകളെ തിരിച്ചിരുന്നു. അപ്പോൾ ജിൻഡോയുടെ ടീമിലുള്ളത് ജിൻഡോ, അൻസിബ, അതുപോലെ തന്നെ ജാസ്മിന്, ശ്രീതു. അപ്പോൾ ജിൻഡോ പറഞ്ഞു എൻ്റെ ടീമിൽ 3 പെണ്ണുങ്ങളാണുള്ളത്, അപ്പോൾ ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവും. ബാക്കി എല്ലാ ടീമിലും 3ഉം 4ഉം പുരുഷന്മാരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീം അത് ഫെയർ ആയിട്ടല്ല ഇട്ടത്, ഈ ടീം സെലക്ഷൻ ഫെയർ ആയിട്ടല്ല നടന്നത് എന്ന് ജിൻഡോ പറയുന്നു. അപ്പോൾ റസ്മിൻ പറയുന്നത് ഫെയർ ആയിട്ട് തന്നെയാണ് നടന്നത്, നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ പറ്റി കളിച്ചാൽ മതി, എനിക്കതിൽ തെറ്റൊന്നും തോന്നുന്നില്ല എന്ന് റസ്മിനും പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഋഷി കയറി വരുന്നത്. നിങ്ങൾ ഫിസിക്കൽ ടാസ്കിൽ എന്നെ അറ്റാക്ക് ചെയ്തില്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് അതിനിടയിൽ കയറിയിട്ട് ഋഷി ചോദിക്കുന്നു. അപ്പം ജിൻഡോ പറയുന്നു, അതിന് മുന്നത്തെ ഫിസിക്കൽ ടാസ്കിൽ അഭിഷേക് ശ്രീകുമാർ എൻ്റെ കഴുത്തിന് പിടിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ നിങ്ങളാരും ചോദിച്ചില്ലല്ലോ, അതൊരു ടാസ്കിൻ്റെ അകത്തുള്ളതല്ലേ, അതുപോലെ എടുക്കണ്ടേ എന്ന് ജിൻഡോ തിരിച്ച് മറുപടി ചോദിക്കുന്നു. അപ്പോൾ ചൂടായിട്ട് ഋഷി പറയുന്നു, നിങ്ങൾ അത് പറയരുത്, അഭിഷേക് അപ്പം തന്നെ മാപ്പ് പറഞ്ഞതാണ്, നിങ്ങളിതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ജിൻഡോ പറഞ്ഞു, ഞാൻ മാപ്പ് പറഞ്ഞതാണല്ലോ, ഞാൻ വേണമെങ്കിൽ ഇപ്പോഴും മാപ്പ് പറയാമെന്ന് പറഞ്ഞ് ജിൻഡോ മാപ്പ് പറയാൻ എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പോകുന്നു. അങ്ങനെ സ്ക്രീൻ സ്പേസ് എടുക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോകുന്നു. ഇതാണിപ്പോൾ അടിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിലിപ്പം ജിൻഡോൻ്റെ അത് ഭാഗത്ത് തെറ്റുള്ളതായിട്ടില്ല, കാരണം അയാളൊരു ഇന്നസെൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അയാളെ അറ്റാക്ക് ചെയ്തപ്പോൾ അയാളൊന്നും പ്രതികരിച്ചില്ല, കാരണം അതൊരു ടാസ്ക് പോലെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എടുത്തു. അതുപോലെയാണ് ഇവരും എടുക്കേണ്ടത്. ഋഷി അതുപോലെ എടുക്കുന്നില്ല. ഋഷി ഇങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം ഈ വീക്കെൻഡ് എപ്പിസോഡുകളിലെ കാറ്റ് എങ്ങോട്ടാണ് എന്ന് നോക്കിയിട്ടാണ് ഈ ഋഷിയും ശ്രീരേഖയൊക്കെ അവിടെ ഗെയിം കളിക്കുന്നത്. ശ്രീരേഖ മെയിനായിട്ട്, ശ്രീരേഖ ലാലേട്ടൻ പറയുന്നതൊക്കെ കറക്റ്റാണെന്ന് വിചാരിച്ചിട്ട് ലാലേട്ടൻ ആരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അവരെ കൂടെ ശ്രീരേഖ അടുത്ത വീക്ക് നിൽക്കും. ലാലേട്ടൻ ആർക്കെതിരെയാണ് വീക്കെൻഡ് പേര് സംസാരിക്കുന്നത്, ശ്രീരേഖ അവർക്കെതിരെ നിൽക്കും. വളരെ വിവരമില്ലാത്തൊരു ഗെയിമാണ് ശ്രീരേഖ പാടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീരേഖ നല്ല രീതിയിൽ ഋഷിയെ സ്ക്രൂ കയറ്റി വിടുന്നുണ്ട്. പിന്നെ ഋഷിക്ക് ആ ടാസ്കിനിടയിൽ ജിൻഡോ പിടിച്ചു വെച്ചതിൻ്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടുമില്ല. കാരണം ഗെയിമായിട്ടല്ല ഋഷി ഒന്നും എടുക്കുന്നത്, അതൊക്കെ മനസ്സിലേക്ക് എടുക്കുന്നൊരിതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് ഇന്നുണ്ടായ ഒരു അടീൻ്റെ ഒരു ചുരുക്കം.